ഈ വീഡിയോയിൽ ഗാസയുടെ ഓണർഷിപ്പ് അമേരിക്ക ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതിനെ ചൊല്ലി നടന്നുകൊണ്ടിരിക്കുന്ന കുറേ പുകിലുകളുണ്ടല്ലോ. അപ്പോൾ ആ പുകിലുകളെ കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം വേറെ ഒന്നുമില്ല, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ അനാലിസിസ്, ഇതിൽ എക്സ്പേർട്ടുകളുടെ അനാലിസിസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. പലർക്കും ഇപ്പോൾ ഉള്ളിലുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗാസ ട്രംപ് ഇങ്ങനെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഇത് സാധ്യമാണോ? ഇത് എങ്ങനെ സംഭവിക്കും? ഇത് ശരിക്കും ഈ ഒരു ഗാസയിലുള്ള ആൾക്കാരെ ജോർദാനിലോട്ടും ഈജിപ്തിലോട്ടൊക്കെ മാറ്റി പാർപ്പിക്കുമോ? ഇല്ലെങ്കിൽ ഇതേപോലെ പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളിലോട്ടൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ വേറെ വേറെ സിറ്റികളിലായിട്ടൊക്കെ താമസിപ്പിക്കുമോ? ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡൗട്ടുകൾ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ട്രംപ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യുന്ന ആളാണ്, അതുപോലെ ഒരു ഡെവലപ്പറും കൂടിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഒരു ടഫ് നെഗോഷിയേറ്റർ ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. നെഗോസിയേഷൻ ഇല്ലാണ്ട് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലായാലും ശരി, ഈ ഒരു ബിൽഡർ മേഖലയിലായാലും ശരി, ഡെവലപ്പർ മേഖലയിലൊക്കെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ട്രംപ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഓഫ് ഡിമാൻഡ് ആണ്. അതായത് 100% ഒരു വിഷയത്തിൽ ഔട്ട്പുട്ട് എന്താണോ അതാണ് ട്രംപ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 80% കിട്ടിയാലും, ഒരു 60% കിട്ടിയാലും, ഒരു 50% കിട്ടിയാലും ട്രംപിന് ലാഭമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ട്രംപിന് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇനിയിപ്പോ ഇത് നടക്കാതെ പോയാൽ തന്നെയും ട്രംപിന് യാതൊരു വിഷയമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് 100% ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 50% എന്തായാലും ഒരു ലാഭം കിട്ടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതായത് ഒരു മുതൽ മുടക്കമില്ലാണ്ട് ഞാൻ 100% ആവശ്യപ്പെടുകയാണ്. ആ 100% ആവശ്യപ്പെടുമ്പോഴത്തേക്കും നമ്മൾ ഡിമാൻഡ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു 50% എന്തായാലും ഒതുങ്ങും. അപ്പൊ അങ്ങനെ ഒരു 50% ഒതുങ്ങാനാണ് ഇപ്പൊ ഈ ഒരു വെച്ചിരിക്കുന്ന ഒരു ടാസ്ക്, ഇപ്പൊ വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക്. ഈ സ്ഥലം ഞങ്ങളുടെയാണ് എന്നുള്ള രീതിയിൽ മത്സരിച്ചുകൊണ്ട് അവിടെ ഒരു സ്റ്റേറ്റ് ഹുഡ് സ്ഥാപിക്കണം, അഥവാ ഈ റിവർ ടു സീ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു ജനങ്ങളെ മൊത്തത്തിൽ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്കാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ ഒരു നയം ഇപ്പൊ കയ്യിലെടുത്തിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. ഈ അറബ് രാഷ്ട്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം തന്നെയും ഇവർ പുറമേ കാണുന്നതല്ല അകത്തുള്ളത്. ഈ രാജ്യങ്ങളിലെ എല്ലാം സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള വിശ്വാസം, ഇസ്ലാമിക വിശ്വാസം അടിയുറച്ചിരിക്കുന്ന ഒരു രാജ്യങ്ങളാണ് ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് ചില രീതിയിലുള്ള പല വ്യത്യാസങ്ങളുണ്ടാവും. സുന്നി രാജ്യങ്ങളുണ്ട്, ഷിയ രാജ്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ബേസിക്കലി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവരുടെ സോഷ്യൽ സ്ട്രക്ചർ. ഈ അറബികളുടെ ജീവിതശൈലിയും അവരുടെ സെലിബ്രേഷൻസും അവരുടെ ഫങ്ഷൻസും അവരുടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ഈ ഒരു മതത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് ഹുഡ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഭരിക്കുന്ന ആൾക്കാർ എപ്പോഴും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലത്തെ രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതായത് ഒരുപാട് കാലം എടുത്തു ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെയൊക്കെ മാറി വരാൻ. ഇപ്പം സൗദി അറേബ്യയൊക്കെ ചെറിയ തോതിൽ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നെങ്കിൽ അതൊക്കെ ഇപ്പൊ ജസ്റ്റ് ഒരു ഹണിമൂൺ ടൈമാണ്. സൗദി അറേബ്യയൊക്കെ അവരൊക്കെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഏതാണ്ട് ലേഡീസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വണ്ടി ഓടിക്കാനുള്ള പെർമിഷനും അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ട് തന്നെ ഏതാണ്ട് ഒരു 8-9 വർഷം ആയിട്ടുണ്ടാവുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പുരോഗതി മാനസികമായിട്ട് അവർ തലച്ചോറിൽ ആ ഒരു ഡെവലപ്മെന്റ് വന്നിട്ട് ആ ഒരു ടൈം ലൈനേ ആവുന്നുള്ളൂ. നമ്മളൊരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു പറ്റം പഴയ ജനറേഷൻ അവിടെ ഇരിപ്പുണ്ട്. അവരിപ്പോഴും ഓർത്തഡോക്സ് ആയിട്ട് ഈ ഗവൺമെന്റിനെ കുത്തി നോവിക്കുക, എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുമ്പോൾ ഒരു സിനിമാ തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ക്ലബ്ബുകൾ പബ്ബുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെജോറിറ്റി സമൂഹം ഈ നാടുകളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് പൊതുവിൽ ഇങ്ങനെ പറയും. അപ്പൊ ഇത് വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഇപ്പം ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ റെപ്രസെന്റേറ്റീവ് ഒക്കെ ഈ ഒരു രാജ്യങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് ഓക്കെ എന്ന് പറഞ്ഞ് സംസാരിക്കും. കാരണം അപ്പൊ സംസാരിക്കുന്ന ആരാണ്? അപ്പൊ സംസാരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ് ഹുഡാണ് സംസാരിക്കുന്നത്. പിന്നീട് ഈ സ്റ്റേറ്റ് ഹുഡുകളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരുടെ ക്യാബിനറ്റുകളിലൊക്കെ വരുന്നത്. അപ്പൊ ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഡിസ്കഷന് പോകുമ്പോഴത്തേക്കും ക്യാബിനറ്റിൽ പോയി കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും രൂപപ്പെട്ടു വരിക. അപ്പൊ ഇവർക്ക് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് വരുന്നുണ്ട്. അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മോഡേൺ ഏജിലേക്ക് നടന്നു കയറേണ്ട ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ ശരിക്കും പിന്നോട്ട് വലിച്ചിടുന്ന ഒരു പറ്റം ആൾക്കാർ ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ശരിയായിട്ടുള്ള നിലപാടുകൾ എടുത്ത് പലപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു പാലസ്തീൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അറബ് രാഷ്ട്രങ്ങളായിട്ടുള്ള UAE ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇസ്രായേൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളത് ഏറ്റെടുത്തോ, ഞങ്ങൾ തരാം, നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ അവിടെ വരട്ടെ,
പക്ഷെ ഇവർക്കാർക്കും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. എല്ലാ കാലത്തും ഇതേപോലെ യുദ്ധം നടക്കും. എല്ലാ കാലത്തും ഇതേപോലെ യുദ്ധം നടക്കും. 2006, 2007 ഇതേപോലെ യുദ്ധം നടന്നതാണ്. അതിനു മുമ്പും ഇതേപോലെ പല തവണ ഈ യുദ്ധം നടന്നതാണ്. അപ്പൊ ഇത് എല്ലാ തവണ യുദ്ധം നടക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് സംസാരിക്കുക, അമിക്കബിളി ഒന്ന് സെറ്റിൽ ചെയ്യുക, എല്ലാം കൂടെ അങ്ങ് ഒന്ന് സെറ്റാക്കി ഇനിയിപ്പോ യുദ്ധം അവസാനിച്ചല്ലോ, ഇനി റീബിൽഡിങ് ഗാസ, എന്നിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ബില്യൺ കണക്കിൽ പൈസ കൊണ്ട് തട്ടുക. ഇതിൽ തീവ്രവാദി ആര് അല്ലെങ്കിൽ ഇതിൽ ഗാസയിലെ സിവിലിയൻ ആരെന്നുള്ള തിരിച്ചറിവൊന്നും അവിടെ ഒന്നുമില്ല. ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ്. ഈ തീവ്രവാദികളായിട്ട് മാറുന്ന ആൾക്കാർ, ഇന്ന് ജനിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്നീട് 10-15 വർഷം കഴിയുമ്പോൾ തീവ്രവാദിയായിട്ട് മാറുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ എന്താണ്? ഇത് ഇത്രയും നാളും അമേരിക്കയിൽ ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഓക്കെ യുദ്ധം അവസാനിപ്പിക്കുക, അപ്പൊ അതുകൊണ്ടൊരു ഗുഡ് നോട്ട് കിട്ടും. ആ ഗുഡ് നോട്ട് മേടിച്ചുകൊണ്ട് ഇവർ ഫർദർ ആയിട്ട് മുന്നോട്ട് പോവുക. ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇനി അടുത്ത യുദ്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാൽ പോരെ? അപ്പൊ നമ്മൾ എന്തായാലും 10 വർഷം മാത്രമേ അമേരിക്കയിൽ ഭരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ പോകണം, പിന്നെ അടുത്ത ആൾ നോക്കിക്കോളും. അങ്ങനെ ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആണ് ഇപ്പം ഈ ട്രംപ് ചെയ്തിരിക്കുന്നത്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗാസ ജനങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പം ഗാസയിൽ ഈ ഒരു ഹമാസിനെ പിന്തുണയ്ക്കാതെ എന്തിനിങ്ങനെ അടിയും ബഹളത്തിനൊക്കെ പോകുന്നത്, നമ്മൾ നമ്മുടെ സ്ഥലത്ത് മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ഗാസൻസ് എന്തായാലും ആ ഗാസയ്ക്കുള്ളിൽ ഉണ്ടാവും. അവർക്കിത് മനസ്സിലാവും എന്താണ് ട്രംപ് പറഞ്ഞിരിക്കുന്നുള്ളത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ട്രംപ് ഇട്ടിരിക്കുന്ന പ്രഷർ വേറെ ഒന്നും കൊണ്ടല്ല, ഈ അറബ് രാഷ്ട്രങ്ങൾ കൃത്യമായിട്ടൊരു നിലപാടെടുത്ത് അവിടെ നിന്ന് ഈ തീവ്രവാദികളെ മുച്ചൂടും ഒഴിപ്പിക്കണം. അത് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് കുറച്ചെങ്കിലും ഒരു നെഗോസിയേഷനിൽ താന്നു വരും. ആര് താന്നു വരും? ട്രംപ് താന്നു വരും. ഈ എടുത്തിരിക്കുന്ന നിലപാടില്ലേ, ഈ ഗാസൻസിനെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കണം, അതിൽ നിന്ന് താന്നു വരും. അല്ലാതെ ഇവര് മൊത്തത്തിൽ കൂട്ടം കൂടി നിന്നിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഇത്രയും നാളും ഇവർ എങ്ങനെയാണോ ഗാസയെ റീസെറ്റിൽമെന്റ് ചെയ്ത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്, പിന്നീട് ഈ തീവ്രവാദത്തിന് യാതൊരുവിധ തടസ്സങ്ങളും സൃഷ്ടിക്കാണ്ട് ഈ ഒരു തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായിട്ട് ഈ ഒരു ഗാസയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവാൻ ഇനി സാധ്യമല്ല. അതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു അർത്ഥം. ട്രംപ് പറഞ്ഞിരിക്കുന്ന ഗാസയിൽ നിന്ന് ആൾക്കാരെ പുറത്തു പോകാന്ന് പറഞ്ഞത് ഗാസയിൽ നിന്നുള്ള ആൾക്കാരെ അല്ല, ശരിക്കും പറഞ്ഞ ഹമാസ്, PIJ, ഇതേപോലത്തെ കുറെ സംഘടനകളുണ്ടല്ലോ. ഈ ഒരു അൽ ഖുദ്സ് ബ്രിഗേഡ്, അങ്ങനെ കുറെ ബ്രിഗേഡുകളൊക്കെ ഉണ്ട്. ഈ ബ്രിഗേഡുകളെല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് ഇവന്മാരെല്ലാം വെളിയിൽ പോവുക. ഇതാണ് ട്രംപ് പറഞ്ഞതിന്റെ ചുരുക്കത്തിൽ പറഞ്ഞൊരു കാര്യം. ഇത് വളരെ ട്രംപ് ഇങ്ങനെയാണ് വളരെ മൈൽഡ് ആയിട്ടാണ് കാര്യം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഈ ബൈഡൻ എടുത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും കേട്ടോ? ആരും കേൾക്കത്തില്ല. പക്ഷെ ട്രംപ് ഒറ്റൊരു ഡയലോഗേ പറഞ്ഞോളൂ, ഞാൻ ജനുവരി 20 പൊസിഷനിൽ വരുന്ന സമയത്ത് ഹോസ്റ്റേജ് റിലീസിന്റെ ഡീല് ഓക്കെ ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും കത്തിച്ച് കളയുന്നതാണ് പറഞ്ഞത്. ഒറ്റ സെന്റൻസ്. ആ ഒറ്റ സെന്റൻസിലാണ് അറബികൾ മൊത്തത്തിൽ അമ്മമാർക്ക് ഭാഷ മനസ്സിലായി. എന്താണ് ട്രംപ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പടപടേന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചടപടയെന്നാണ് നീക്കിയത്. ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ ഓടി നടന്ന് സീസ് ഫയർ റെഡിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ ട്രംപ് പറയുള്ളൂ. ട്രംപ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്മാൻ ആണ്. അയാൾ റിയൽ എസ്റ്റേറ്റ് നെഗോഷിയേറ്റർ ആണ്. ടഫ് നെഗോസിയേഷന്റെ ഒരു ബെഞ്ച് മാർക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പാലസ്തീൻ മൊത്തത്തിൽ വലിയ പാലസ്തീനാണ് നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സ്ഥലമേ ഇല്ല, ഒഴിഞ്ഞു പോകും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഹമാസും ഈ അറബ് രാഷ്ട്രങ്ങളും. ഇതിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ, ഇതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇനി ഇവിടെ തീവ്രവാദം ഉണ്ടാവില്ല, ഈ ഒരു മണ്ണിൽ നിന്നും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതിന്റെ ഉറപ്പ് ഈ അറബ് രാഷ്ട്രങ്ങൾ കൊടുക്കണം. അത് കൊടുത്താൽ ചെറിയ തോതിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ട്രംപ് സമ്മതിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ല, ഇനി അഥവാ വാശി പിടിച്ച് ഞങ്ങൾ ട്രംപ് ആണോ ഞങ്ങളാണോ നോക്കാം എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ ഗാസയിൽ നിന്ന് പുറത്തിറങ്ങി പോകേണ്ടി വരും. അതും കൂടെ പറഞ്ഞേക്കാം. അല്ലാതെ താണ് കേണ് സംസാരിച്ച് റിക്വസ്റ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി തീവ്രവാദ പ്രവർത്തനം അവിടെ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളും ഹമാസിനെയൊക്കെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ ഈ ഒരു ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മുന്നോട്ട് പോകും. അല്ലാതെ ഇനിയും അവിടെ കയറി നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും നമ്മൾ റോക്കറ്റ് വിട്ട് കളയാം, ഇനിയും ഒരു 10 യഹൂദിനെ കൊന്ന് നമുക്ക് നിർവൃതി അടഞ്ഞു കളയാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗാസ കൈവിട്ടു പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ ഗാസയുടെ പ്ലാൻ, ഈ ഒരു ഹൈ സ്ട്രാറ്റജി പ്ലാനിൽ ഈ ഒരു ഗാസയെ അമേരിക്കയ്ക്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുള്ള പ്ലാൻ വന്നത് ജെറാദ് കുഷ്നർ എന്ന് പറഞ്ഞ ഈ ട്രംപിന്റെ മരുമകൻ, ഒരു ജൂ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ പ്ലാൻ ആണെന്നാണ് പറയുന്നത്. ഈവൻ നെതന്യാഹു പോലും ഈ ഒരു പ്രഖ്യാപനത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ്. ഓപ്പൺ ആയിട്ട് ട്രംപ് സ്റ്റേജിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയ സമയത്താണ് ശരിക്കും നെതന്യാഹു സർപ്രൈസ്ഡ് ആയത്. പിന്നെ എന്നാലും നെതന്യാഹു പിന്നീട് അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് ഓക്കെയാണ്. കാരണം നെതന്യാഹുവിന് വേണ്ടത് എന്താണ്? ഇസ്രായേലിന്റെ ഉള്ളിൽ റോക്കറ്റുകൾ ഗസയിൽ നിന്ന് വരാൻ പാടില്ല. അത് തന്നെയാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ മുന്നോട്ട് പോയത്. ഇപ്പൊ നമ്മൾ ജോർദാന്റെ കാര്യം നോക്കാം. ജോർദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് US-ഉമായിട്ട്.
ഏറ്റവും കൂടുതൽ എയ്ഡ് മേടിക്കുന്ന ഒരു രാജ്യവുമാണ് ജോർദാൻ. US ഒക്കെ എയ്ഡ് അവിടെ കൊടുക്കുന്നുണ്ട് ജോർദാനിൽ. അപ്പൊ ആ രീതിയിൽ വളരെ ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരു രാജ്യമാണ് ജോർദാൻ. അപ്പൊ അങ്ങനത്തെ ജോർദാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ആഴ്ച ജോർദാൻ കിങ് അബ്ദുള്ള US വിസിറ്റ് ചെയ്യാനിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ജോർദാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഗാസൻസിനെ പുറത്താക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഇനി അഥവാ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ നിന്നും പാലസ്തീനിയൻസിനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ അവര് ജോർദാന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാവേണ്ടി വരും ജോർദാൻ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ജോർദാന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ അടുത്ത ഒരു ടീം ഉണ്ടല്ലോ, ഹൂത്തീസ്. ഈ ഹൂത്തികൾ ശരിക്കും പറഞ്ഞാൽ യുവമാര് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാണ് ഈ ഒരു ഹൂത്തികൾ. അവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ അതാണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ അമേരിക്കയുടെ ഒരു മുഖം, ഇതാണ് അമേരിക്കയുടെ ഒരു മുഖം, ഈ മുഖം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ഹൂത്തീസ് കൊടുക്കുന്നത്. ഗാസൻസിനെ ഏറ്റെടുക്കാൻ പാടില്ല, ഗാസക്കാരെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യുഎസിനും ഇസ്രായേലിനെയും എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൂത്തികൾ ഫുൾ സപ്പോർട്ട് ഈജിപ്തിനും ജോർദാനും കൊടുക്കും എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നിരിക്കുന്നത്. മുജിദാബ സൈരി, ഈ മുജിദാബ സൈരി എന്ന് പറഞ്ഞ വ്യക്തി ഇറാനിലെ ഒരു MP ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ കൊല്ലും എന്നാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ട്രംപ് ഇതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് നീ എന്നെ കൊല്ലാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്, നീ മീൻസ് നിങ്ങൾ ഇറാൻ, ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. ഇനി എങ്ങാനും ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ പരിസരത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ നീ അപ്പം വിവരം അറിയും എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങോട്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഇറാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറാനിന് ഒരു ന്യൂക്ലിയർ ഓപ്ഷൻ അമേരിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറാൻ അത് പിക്ക് ചെയ്യുന്നില്ലയോ എന്നുള്ളത് ഇറാന്റെ ഓൺ താല്പര്യമാണ്. പക്ഷേ ഇറാൻ അത് പിക്ക് ചെയ്താൽ ഇറാന് നല്ലത്, അതല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ നാശത്തിലേക്കുള്ള പോക്ക് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇസ്രായേലിൽ നല്ല രീതിയിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അമേരിക്ക. അത് ചെറിയ വെയിറ്റ് ഒന്നുമല്ല. 2000 LB ഒക്കെ വേണമെന്ന് ചോദിച്ചിരുന്നത് ഹമാസിന്റെ ടണലുകൾ അടിച്ചു തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2000 LBയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇസ്രായേൽ റിക്വസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം സ്റ്റീവ് വിറ്റ്കോഫ് പുള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടത് 2000 അല്ല, 30,000 മാക്സിമം കപ്പാസിറ്റി, 30,000 LB, 30,000 പൗണ്ട് വെയിറ്റ് വരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്നത്. അത് എന്തിനാണെന്ന് പറഞ്ഞാല് ഇറാന്റെ അണ്ടർഗ്രൗണ്ടിലും മലയുടെ അടിയിലും ഇങ്ങനെ തുരങ്കങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറെ ഇവരുടെ ന്യൂക്ലിയർ റിസർച്ച് സെന്ററുകളുണ്ട്. ആ വക സെന്ററുകളൊക്കെ അടിച്ചു തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 30,000 LB. ഇത് മാക്സിമം കപ്പാസിറ്റി ഓഫ് ബങ്കർ ബസ്റ്റർ ആണ് 30,000 എന്ന് പറയുന്നത്. 30,000 LB ഈ ബോംബുകൾ സപ്ലൈ ചെയ്യാൻ പോകുന്നു. ഈ വക ബോംബുകൾ ശരിക്കും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഇറക്കുമതി ചെയ്യാനിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം ഇറാനെതിരെ എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാന് അതിന് മുന്നോടിയായിട്ട്, ഈ ഒരു ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് കൊടുത്ത ഒരു ഓപ്ഷനാണ് ഈ ഒരു ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യുന്നെങ്കിൽ സൈൻ ചെയ്തോ എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ. അത് ഇറാൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇറാൻ ഇപ്പം അതിലുപരിയായിട്ട് വേറെ കുറെ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവര് നോർത്ത് കൊറിയയുമായിട്ട് കുറച്ച് സഖ്യം വെച്ചുകൊണ്ട് അവർ നോർത്ത് കൊറിയയുടെ ടെക്നോളജി കുറച്ച് കടമെടുക്കാനുള്ള ഏർപ്പാടാണ് നോക്കുന്നത്. അത് അവർ അതിനു വേണ്ടിയുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ട്രംപിനും കിം ജോങ് ഉന്നിനും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്, ഇല്ലാതില്ല. കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോഴത്തേക്കും കിം ജോങ് ഉന്നിനെ കണ്ട് സംസാരിക്കുകയും ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. കിം ജോങ് ഉന്നിനെ ഒരു പക്ഷേ ട്രംപ് സ്വാധീനിച്ച് നിർത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം പുടിനുമായിട്ട് ഒരു ചർച്ച ട്രംപ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അതൊക്കെ റിസോൾവ് ചെയ്യപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ കയ്യിൽ കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത്. അത് എടുക്കാതെ വിട്ടാൽ ഇറാന് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെയുണ്ട്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, പുതിയ രീതിയിലുള്ള ഒരു സംവിധാനം കണ്ടെത്തിയതായിട്ട് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, വളരെ എളുപ്പത്തില് ഈ ഒരു ന്യൂക്ലിയർ വാർഹെഡില് ഈ ഒരു ന്യൂക്ലിയർ സബ്സ്റ്റൻസ്, അണുബോംബിന് ഒത്തതായിട്ടുള്ള ആ ഒരു എൻറിച്ച്ഡ് യുറേനിയം വളരെ എളുപ്പത്തിൽ ഈ ഒരു വാർഹെഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. അപ്പൊ അത് വളരെ ക്വിക്കായിട്ട് തന്നെ അവർക്ക് ഈ ന്യൂക്ലിയർ ബോംബ് ബിൽഡ് ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു ടെക്നോളജിക്കും അവർ ഈ ഒരു നോർത്ത് കൊറിയയുടെ സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ നോർത്ത് കൊറിയയിൽ എന്ന് പറഞ്ഞാൽ ഈ കിം ജോങ് ഉൻ എപ്പോഴും ഇങ്ങനെ 24/7 ഇങ്ങനെ മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ. പക്ഷെ അവരുടെ സോൾജേഴ്സിന്റെ ഒക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പുവർ ക്വാളിറ്റിയാണ്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി തന്നെ മനസ്സിലാക്കിയതുമാണ്. റഷ്യയുടെ ഭാഗത്ത് അവർ യുദ്ധം ചെയ്യാൻ പോയപ്പോഴത്തേക്കും എന്താണ് അവർ കാണിച്ചു കൂട്ടിയെന്നുള്ളതൊക്കെ ഓപ്പൺ ആയിട്ട് വേൾഡ് മൊത്തം മനസ്സിലാക്കിയ കാര്യമാണ്. ഇനിയിപ്പോ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ എന്തായിരിക്കും എന്നുള്ളത് ഇനിയിപ്പോ കണ്ടറിയണം. യുനിസെഫ് പറഞ്ഞിരിക്കുന്നത് ഗാസ ശരിക്കും വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് തന്നെയാണ്, ട്രംപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്.
കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഈ പണ്ടത്തെ പോലെയല്ല ഇത്തവണത്തെ ആക്രമണത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ അവിടെ വാസയോഗ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ വളരെ വളരെ തുച്ഛമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ഇവർ താമസിക്കാൻ പോകുന്നത്, എത്ര കാലം ഈ ടെന്റിൽ താമസിക്കും, മഴ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ വെള്ളവും ചെളിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗാസ ഇപ്പം നിലനിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു രസകരമായിട്ടുള്ള സംഭവം സംഭവിച്ചു. അത് വേറൊന്നുമില്ല, ഇസ്രായേലിന്റെ ഉള്ളിൽ ഇസ്രായേൽ ഗട്ട്സ് എന്ന് പറഞ്ഞ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് IDF റെഡി ആയിട്ടിരിക്കുക, കാരണം ഇനി ഒരു മാസ് എക്സോഡസ്, ഇങ്ങനെ തന്നെയാണ് നെയിം ചെയ്തിരിക്കുന്നത്, മാസ് എക്സോഡസ്. ഇനിയൊരു അതായത് ഒരു മാസ് മൈഗ്രേഷൻ നടക്കാൻ പോവാണ്. എന്നിട്ട് ഓപ്പൺ ആയിട്ട് ഒരു അനൗൺസ്മെന്റും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഗാസയിൽ നിന്നും മാറി പോകേണ്ട ആൾക്കാർക്ക് യാതൊരു തടസ്സങ്ങളും സൃഷ്ടിക്കപ്പെടരുത്, അവർ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാനുള്ള എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് അവിടെ ട്രൂപ്സ് ടു ബി റെഡി, അതായത് ഗാസയിൽ നിന്നും ഒരു പലായനം നടക്കാൻ പോവാണെന്നുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മാറിപ്പോകുന്നവർക്ക് എവിടെ വേണേലും മാറിപ്പോകാന്നുള്ള ഒരു അനൗൺസ്മെന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ഹിപ്പോക്രസി എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ ഇസ്രായേലിനെതിരെ ഘോര സംസാരിച്ച കുറെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പം ഞങ്ങൾ ഗാസ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ഘോര സംസാരിച്ച ആൾക്കാരല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അവരെ കൊണ്ട് പുനരധിവസിപ്പിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് നല്ല താമസ സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കാം, നിങ്ങൾ മുന്നോട്ട് വരൂ. സ്പെഷ്യലി സ്പെയിൻ, അയർലാൻഡ്, നോർവേ. സ്പെയിനൊക്കെ അറിയാലോ, സ്പെയിൻ ഓൾറെഡി തന്നെ അവിടെ അവധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അയർലാൻഡ്, നോർവേ, ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം യൂറോപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ രാജ്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സിറിയയിൽ നിന്നും കുറച്ച് ഒരു പലായനം റെഫ്യൂജികൾ കയറിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് യൂറോപ്യൻ കൺട്രീസ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇവരെങ്ങാനും ഇങ്ങോട്ട് വല്ലതും കയറി, ഇനി ഇവരെങ്ങാനും ഇങ്ങോട്ടെങ്ങാനും എടുത്തോണ്ട് വരേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയിലും കൂടെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. കാരണം വേറൊന്നുമില്ല, ഇവര് മനുഷ്യരായിട്ട് മാത്രം പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഈ തീവ്രവാദം കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത് പ്രശ്നമാണ്. ഈ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ച ഒരു സൈഡിൽ നടക്കുകയാണ്, അത് പുരോഗമിക്കുന്നതിനിടയിൽ സാറ്റർഡേ 3 മെയിൽ ബന്ദികളെ വിട്ടയക്കും എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ ഹോസ്റ്റേജ് ഡീൽ, ഇത് ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഡീലൊക്കെ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല, യുദ്ധം അവസാനിക്കുമ്പോഴത്തേക്കും ഇസ്രായേൽ ഈ ഒരു ഗാസയെ അമേരിക്കയ്ക്ക് വിട്ടുതരണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന് നെതന്യാഹു ഓക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം അവർ തീരുമാനിക്കും. അപ്പൊ ഇപ്പം അറബ് രാഷ്ട്രങ്ങൾക്കൊക്കെ US ഏറ്റെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക് അതാണ്, എന്തുകൊണ്ട് അമേരിക്ക ഈ ഗാസയിൽ വരണം. ഇപ്പൊ ഇസ്രായേൽ ചെയ്തൊരു പണിയുണ്ടല്ലോ, ഇസ്രായേൽ ഇതിൽ നിന്ന് പിന്മാറുകയാണ്, എവിടെ നിന്ന്, ഗാസയിൽ നിന്നും. ഇനിയിപ്പോ അമേരിക്കയാണ് അവിടെ വരാൻ പോകുന്നത്, പിന്നെ അമേരിക്കൻ ട്രൂപ്പ് അവിടെ വരുമോ, ഈ ഗാസ എന്ന് പറഞ്ഞ ഇത്രയും വലിയ സ്ഥലം അമേരിക്കയുടെ ഒരു സ്ഥലമായിട്ട് തന്നെ മാറുമോ എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നൊക്കെ പിൻവലിക്കുന്ന ട്രൂപ്പുകളെ എടുത്ത് അമേരിക്ക ഗാസയിൽ കൊണ്ടിടുമോ, ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ വന്ന് ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ അമ്പരന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർ ചെയ്യേണ്ടത് വേറെ വളരെ സിമ്പിളാണ്, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ചെയ്യേണ്ടത് ഈ ഹമാസിനെ അവിടെ നിന്ന് തുരത്തി ഓട്ടിക്കുക, പിന്നെ അവിടെ ഇനി തീവ്രവാദ പ്രവർത്തനം ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക. അങ്ങനെ അഥവാ തീവ്രവാദ പ്രവർത്തനം ഏതെങ്കിലും ഒരു റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു എഗ്രിമെന്റ് വെച്ച് ഗാസയിൽ റീസെറ്റിൽമെന്റ് നടത്തി കഴിഞ്ഞാൽ, ഇപ്പൊ ഇടുന്ന ഒരു പ്രഷർ ഇട്ട് അവിടെ ഒരു ഈ രീതിയിൽ ട്രംപ് ഇടുന്ന ഈ രീതിയിൽ ഒരു പ്രഷർ ഇട്ട് അറബ് രാഷ്ട്രങ്ങളുമായിട്ട് കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഡീൽ ഉറപ്പിച്ച് ഗാസയിൽ ഒരു റീസെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗാസയ്ക്കുള്ളിൽ നിന്നും ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു റോക്കറ്റ് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവന്മാരെ പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള ക്ലോസ് എഴുതി ചേർത്തുകൊണ്ട് വേണം ഇനി എന്ത് എഗ്രിമെന്റും ഈ ഒരു ഗാസയുമായിട്ട് ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ആവാൻ പാടില്ല എന്നാണ് ട്രംപ് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്. ട്രംപിന്റെ ഡിമാൻഡ് ഞാൻ പറഞ്ഞ കണക്കാണ്, യു സ്റ്റാർട്ട് വിത്ത് എക്സ്ട്രീം ഡിമാൻഡ്. അത് തന്നെയാണ്, അത് അയാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ട്രീം ഡിമാൻഡാണ്. ആ ഡിമാൻഡ് റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ 50% സക്സസ് ആണെങ്കിലും അത് സക്സസ് ആണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ വീണ്ടും രസകരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.